എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് സച്ചിനെയും കൂടി രേവതി രാവിലെ തന്നെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് സച്ചിയോട് രേവതി എങ്ങോട്ടാന്നും പറഞ്ഞില്ല, വഴി പറഞ്ഞു കൊടുക്കുക മാത്രം ചെയ്തേ. അപ്പൊ സച്ചി പറഞ്ഞു ഈ വഴി എനിക്ക് അറിയാവുന്ന വഴിയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതൊക്കെ എനിക്കറിയാം, സച്ചേട്ടന് അറിയാവുന്നതാണ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തോ ഒരു കള്ളത്തനം ഉണ്ടെന്ന് മനസ്സിലായി. എന്താന്ന് എന്നോട് പറ, അതൊക്കെ ഞാൻ പറയാന്ന് പറയാം. അല്ല, ഇന്ന് പതിവിലും വിരുദ്ധമായിട്ട് പുതിയ സാരിയൊക്കെ കൊടുത്താണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഈ പുതിയ സാരിയൊക്കെ കൊടുത്ത് ഒന്നുമില്ല സച്ചേട്ടാ, വെറുതെയാന്ന് പറയണം. വെറുതെ ഒന്നും അല്ലാന്ന് പറയണം. കുറച്ച് ദൂരം ചെന്ന് ഇപ്പൊ സച്ചു അല്ല, ഇതാ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയല്ലേ, നിങ്ങളുടെ അവിടെ പൂക്കടയുള്ള ക്ഷേത്രത്തിലേക്ക്? അതെ, ഇങ്ങോട്ട് വരാനാണോ? ഈ വഴി എനിക്ക് അറിയാവുന്ന വഴിയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാ പിന്നെ ഇവിടെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, ഇങ്ങോട്ടാന്ന് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രേവതി ഒന്ന് ചിരിച്ചു. എന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെന്ന് കാറ് നിർത്തി സച്ചിൻ രേവതിയും കൂടെ ഇറങ്ങുവാണ്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മയും ദേവും ശരത്തും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ വന്ന് മോളെ കെട്ടിപ്പിടിച്ച് സുഖമാണോ മോളെ എന്നൊക്കെ ചോദിക്കണം. ഈ സമയം രേവതി പറഞ്ഞു സുഖം അമ്മയെന്നൊക്കെ പറയണം. പിന്നീട് രേവതി തന്റെ കവറിനകത്തുനിന്ന് ആ മാല എടുത്ത് അമ്മേനെ കാണിക്കണേ. ഇതാണ് സച്ചിയേട്ടൻ വാങ്ങിച്ചുകൊണ്ട് തന്ന മാലയെന്ന് പറയണം. ഇത് കണ്ടപ്പം ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മഞ്ഞച്ചാരുടെ മോള് ഇത്രയും ദിവസം കഴുത്തെ കെട്ടിക്കൊണ്ട് നടക്കാൻ നടപ്പം ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒന്നുമല്ലേ അമ്മയല്ലേ, താലിമാല ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ മോള് നടക്കുന്ന കാണുമ്പോൾ ഏതൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം. ഇത് കണ്ടപ്പോ ശരത്തി വെച്ചു, ഇതോ ഇത്ര ചെറുതാണോ വാങ്ങിയത്? കുറച്ച് പൈസയും കൂടി ഇച്ചിരി വലിപ്പമുള്ളത് വാങ്ങിയാൻ പറ്റായിരുന്നു ചോദിക്കുകയാണ് ശരത്ത്. ഇത് കേട്ടപ്പോ സച്ചി ഒന്ന് നോക്കി. സച്ചി പറഞ്ഞു എടാ, ഞാനേ അംബാനിയുടെ മോനൊന്നുമല്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തേ. കാർ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത് തന്നെ എങ്ങനെ വാങ്ങിച്ചെന്ന് എനിക്ക് മാത്രം അറിയത്തുള്ളൂ എന്ന് പറയാം. രേവതി പറഞ്ഞു അതെ, എനിക്കിത് ധാരാളമാ. കാരണം താലി ഇടാനായിട്ടൊരു മാല, താലിമാല, അതിന്റെ വലിപ്പത്തിലൊന്നും അല്ല കാര്യം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു മോള് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം. ദേവ് പറഞ്ഞു അല്ല സച്ചേട്ടാ, ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തു? എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ, ഇത്ര പെട്ടെന്ന് ഈ മാലയൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നു. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അങ്ങനെയാണ് ആൺകുട്ടികളാണെങ്കിൽ നമ്മളൊരു ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശപഥം നിറവേറ്റണമെന്ന് പറയണം. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ എന്തെയോ ഒരു കവറങ്ങ് സച്ചിയുടെ നീട്ടിട്ട് മോനെ ഈ ഡ്രസ്സ് പോയി മാറ്റിയിട്ട് വരാൻ പറയണേ. ഡ്രസ്സ് മാറ്റാണ്? ഇതെന്തിനാ ഈ ഡ്രസ്സ് മാറ്റുന്നേ? ഇത് പുതിയ ഡ്രസ്സാണെന്ന് ചോദിക്കും. രേവതി പറഞ്ഞു അതെ, പുതിയ ഡ്രസ്സാ, സച്ചിയേട്ടന് വേണ്ടി വാങ്ങിയതെന്ന് പറയാം. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് എന്താ കുഴപ്പമിരിക്കണേ? കുഴപ്പമൊന്നുമില്ല, സച്ചിയേട്ടൻ പോയി മാറിക്കൊണ്ട് വാ. പിന്നീട് ശരത്തിനോട് പറഞ്ഞു നീയും കൂടെ ചെല്ലാൻ പറയണം. അങ്ങനെ സച്ചിയുടെ കൂടെ ശരത്തും അങ്ങോട്ടേക്ക് പോവണം. ആ സമയം ലക്ഷ്മിയമ്മ രേവതി ചോദിച്ചു ഇപ്പൊ മോള് കുഴപ്പമൊന്നും ഇല്ലല്ലേന്ന് ചോദിക്കുക. കുഴപ്പമൊന്നും ഇല്ലമ്മേ, സച്ചിയേട്ടൻ എന്നോട് നല്ല സ്നേഹത്തിലാന്ന് പറയാ. പിന്നെ അമ്മയുടെ സ്വഭാവമൊക്കെ അറിയാലോ, അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയണം. അപ്പോഴേക്കും തിരുമേനി അങ്ങോട്ട് വന്നു. രേവതിനെ കണ്ടെന്ന് ചോദിച്ചു കുറെ നാളായാലും മോളെ ഇങ്ങോട്ട് കണ്ടിട്ട്. അത് പിന്നെ ഒരു ചെറിയ പൂക്കടയൊക്കെ എനിക്ക് സച്ചിയേട്ടൻ ഇട്ടതെന്ന് പറയണ. കൊള്ളാം, നല്ല കാര്യമായിപ്പോയി. നിനക്ക് കിട്ടിയ ഭർത്താവ് എന്താളും നല്ലവരാ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നേന്ന് ചോദിക്കാം. നിനക്ക് അറിയാവുന്ന പണി തന്നെ ചെയ്യാൻ പറ്റിയില്ലേന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരണം കേട്ടോ എന്ന് പറയണ. അല്ലെങ്കിൽ ആഴ്ച 2-3 ദിവസമെങ്കിലും നീ വന്നോണ്ടിരുന്നല്ലേ മോളെന്ന് ചോദിക്കാം. അത് ശരിയാ, ഇപ്പൊ പക്ഷെ സമയം കിട്ടുന്നില്ല തിരുമേനി എന്നൊക്കെ പറയണം. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഈ സമയം തിരുമേനി പറഞ്ഞു രേവതിനെ പോലെയുള്ള ഒരു നല്ലൊരു പെൺകുട്ടിനെ ഭാര്യയായി കിട്ടിയത് നിങ്ങളുടെ പുണ്യമാന്ന് പറയണം. ഇത് കേട്ടതും സച്ചി ഒന്ന് നോക്കി. പിന്നീട് പറഞ്ഞു നിങ്ങളും എടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. രേവതിക്ക് വേണ്ടിയിട്ട് ഒരു പൂക്കടയൊക്കെ ഇട്ട് കൊടുത്തല്ലോ, അവളുടെ നല്ല മനസ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ നല്ല ജോഡികളാണെന്നും പറയാണ്. ഇത് പറഞ്ഞിട്ട് തിരുമേനി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം സച്ചു ചേച്ചി സത്യം പറ, നീ ഇയാൾക്ക് എത്ര രൂപ കൊടുത്തു ചോദിക്കണം? എന്ത് അല്ല ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയാനിട്ട് ഒന്ന് പോ സച്ചേട്ടാ അവിടുന്ന് എന്നൊക്കെ രേവതി പറയണം. പിന്നീട് അവരകത്തേക്ക് തൊഴാനായിട്ട് അങ്ങോട്ട് കയറിപ്പോവാ. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി അകത്തുനിന്ന് മാലയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുവാണ്. ഈ സമയം സച്ചിക്കൊന്നും മനസ്സിലായില്ല. തിരുമേനി വന്നിട്ട് പൂമാല കൊടുത്തിട്ട് പറഞ്ഞു ഇത് അണിയിക്കാൻ പറയാണ്. ഇതെന്താ രേവതി, പൂമാലയൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ, ഇതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു മോനെ, അത് പിന്നെ രേവതി മോൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ, സച്ചേട്ടൻ എനിക്ക് താലിമാല വാങ്ങിച്ചു തന്നൊക്കെ. അപ്പൊ അവൾക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മുമ്പ് കല്യാണം കഴിച്ചെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തോടെ ഒന്നും അല്ലല്ലോ കല്യാണം കഴിച്ചത്. അന്ന് താലി കിട്ടിയത് മോൻ അവളുടെ കഴുത്തില്. പക്ഷേങ്കില് ഇപ്പോഴാണെങ്കിലോ നിങ്ങൾ രണ്ട് നല്ല സ്നേഹത്തിലല്ലേ, പോരാത്തന്നെ അവളുടെ താലിമാരെ അന്ന് ഊരി കൊടുക്കുകയും ചെയ്തില്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു. അപ്പൊ മാല മേടിച്ചു തന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു മാല പോയിച്ച് രണ്ടാമത് ഒന്നും കൂടെ മോൻ അവളുടെ കഴുത്തില് കെട്ടണമെന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു വീണ്ടും കെട്ടാനാന്ന് ചോദിക്കണം. അതെ,
എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു, ഇന്ന് നല്ലൊരു ദിവസമാണെന്ന് പറയണേ, മംഗളകരമായിട്ട് ദിവസമായെന്ന്. അത് കേട്ടപ്പം പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെ സച്ചേട്ടാ ക്ഷമിക്കണം കേട്ടോ, ഞാൻ സച്ചേട്ടനോട് പറയാതെ ഇങ്ങനൊരു തീരുമാനമൊക്കെ എടുത്തതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അതിന്റെ കാര്യം എന്താ, സാരമൊന്നും ഇല്ല, ഞാൻ തന്നെയല്ലേ നിന്റെ കഴുത്തി വീണ്ടും ആ മാല എണീക്കുന്നേ. ഓ അപ്പൊ അതാണ് ഇന്ന് സർപ്രൈസ് അല്ലേ, അതുകൊണ്ടായിരുന്നു നീ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നില്ലേ. അപ്പൊ ഇന്നലെ വൈകുന്നേരം കഴുത്തെ മാല ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ അതായിരുന്നു മാല ഇടാതിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അത് സച്ചേട്ടാന്ന് പറയണം. പിന്നീട് തിരുമേനി മാല കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മാല പരസ്പരം അവർ അണിയിക്കുകയാണ്. അതിനുശേഷം തിരുമേനി പറഞ്ഞു, ഈ മാല എടുത്ത് കൊടുക്കാൻ പറയാണ്. അപ്പോഴേക്കും ഭയങ്കര ഒരു വിഷമമായിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക്. കാരണം ലക്ഷ്മിയമ്മ വിധവയാണല്ലോ, അപ്പൊ വിധവകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദോഷമാണെന്നൊക്കെ ആൾക്കാർ പറയും. അപ്പൊ ശരിയാണോ എന്നുള്ള രീതിയിൽ ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാനത് ചെയ്യത്തില്ല എന്ന് പറയണം. അപ്പൊ സച്ചി പറഞ്ഞു, എന്താ അമ്മ ഇതിങ്ങ് എടുത്തു തരാൻ പറയണം. വേണ്ട മോനെ, ഞാൻ എടുത്തു തന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അതൊക്കെ വെറുതെ തോന്നാ ലക്ഷ്മിയമ്മയ്ക്ക്, നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം, പിന്നെ ബാക്കിയുള്ള എല്ലാ ആൾക്കാർ ഉണ്ടാക്കുന്നതല്ലേ, മനസ്സ് നല്ലതാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ലക്ഷ്മിയമ്മ ധൈര്യമായിട്ട് ആ മാലയും എടുത്താൻ പറയണം. അങ്ങനെ ലക്ഷ്മിയമ്മ മാല എടുത്തു കൊടുത്തു. രേവതിയുടെ കഴുത്തിലേക്ക് അത് അണിയിക്കുവാണ് സച്ചി. രേവതിക്ക് സന്തോഷമായി. പിന്നീട് തിരുമേനി പറഞ്ഞു, ഈ കുങ്കുമം എടുത്ത് ചാർത്തിക്കളാൻ പറയണം. അങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തിരുമേനി ചെയ്തു കൊടുത്തു. അതുപോലെ ശരിക്കും പറഞ്ഞാൽ രണ്ടാമതൊന്നുകൂടെ താലി കിട്ടിയെന്ന് പറഞ്ഞ പോലെ ആയി. അങ്ങനെ കുങ്കുമൊക്കെ ചാർത്തോണേ. രേവതിക്ക് സന്തോഷമായി. മുമ്പ് ഇതുപോലെ കല്യാണം നടക്കുന്ന സമയത്ത് താൻ വിഷമത്തോടെ ഇരുന്ന് തനിക്ക് കരച്ചിലായിരുന്നു വന്നേ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് താനിവിടെ നിൽക്കുന്നത്. നല്ല അഭിമാനത്തോട് കൂടിയിട്ട് സച്ചിയുടെ ഭാര്യയാൻ പറ്റിയാലുള്ള സന്തോഷം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവ് പറഞ്ഞു, കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ട്, രണ്ടുപേരും കൂടെ അടിപൊളിയായിട്ടുണ്ട്, ഒന്ന് ചേർന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് ശരത്തിനോട് പറഞ്ഞു, ശരത്തെ ഒരു ഫോട്ടോ എടുക്കാൻ പറയണം അവരുടെ രണ്ടുപേരുടെയും കൂടെ. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുത്തു. പിന്നീട് എല്ലാവരും കൂടെ ചേർന്നിട്ട് സെൽഫി ഒക്കെ എടുക്കുകയാണ്. അതിനുശേഷം ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് സച്ചി പറഞ്ഞ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയുടെ കാലിലേക്ക് വീഴുവാണ് സച്ചിയും രേവതിയും കൂടെ. അങ്ങനെ അവരെ അനുഗ്രഹിക്കുകയാണ് ലക്ഷ്മിയമ്മ. പിന്നീട് രേവതി അന്ന് ഞങ്ങൾ പോട്ടെ അമ്മേന്ന് ചോദിക്കുകയാണ്. ശരി, അന്ന് അങ്ങനെ ആട്ടെ എന്ന് പറയണേ. അമ്മ ഇടയ്ക്ക് അങ്ങോട്ട് കാണാൻ വരികയൊക്കെ ചെയ്യണമെന്ന് പറയണം. മോൾക്കറിയാലോ ഇവിടുത്തെ തിരക്കുകളും കാര്യങ്ങളും, കഴിഞ്ഞ ദിവസമൊക്കെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് കാണാൻ വരാൻ പറ്റായിരുന്നേ. സാരമില്ല, ഞാൻ ഇടയ്ക്ക് കടയ്ക്ക് വരാം കേട്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ അവർ പോരുവാണ്. പിന്നീട് അവരവിടെ വീണ്ടും അവിടെ വന്ന് കാറിൽ ഇറങ്ങുവാണ്. ഈ സമയത്ത് മാലയൊക്കെ കഴുത്തന്ന് ഊരിയിട്ടുണ്ടായിരുന്നു. സച്ചി പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ മാല എടുത്ത് കഴുത്തിലേക്ക് ഇടുക. രേവതി ചോദിച്ചു, അല്ല സച്ചേട്ടാ എന്തിനാ മാല എടുത്ത് കഴുത്തിലേക്ക് ഇടുന്നതെന്ന് ചോദിക്കാം. ആഹാ, പിന്നെ മാല കൈ പിടിച്ചോണ്ട് പോനാ? വേണ്ട, കൈ പിടിക്കണ്ട, കഴുത്തിലിടാൻ പറയാം. വേണ്ട സച്ചേട്ടാ, എന്തിനാ കഴുത്തിലിടുന്നതെന്ന് ചോദിക്കാം. നീ ഇട്, നമുക്ക് ഇങ്ങനെ ഈ സെറ്റപ്പ് വേണം ചെന്ന് കയറാനായിട്ടെന്ന് പറയണം. അമ്മയൊക്കെ നിന്ന് അന്താളിച്ചു പോട്ടെ എന്ന് പറയണം. അങ്ങനെ രേവതിയും കഴുത്തേ മാല ഇട്ടു. രണ്ടുപേരും കൂടെ കല്യാണം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ അങ്ങ് കയറി ചെല്ലുവാണ്. പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവരെ പോലെയാണ് വധുവരന്മാരെ പോലെയാണ് കയറി അകത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ആ ഹാളിലേക്ക് ആ കയറുന്നതിൻ്റെ അവിടെ വാതിലിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. ഈ സമയം രവീന്ദ്രൻ ജാഹ വന്നോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രമതി വന്നു. ചന്ദ്രമതി നോക്കി കഴിയുമ്പോഴത്തേനും രണ്ടുപേരും കൂടെ മാലയൊക്കെ ഇട്ട് നിൽക്കുന്നു. ഇതെന്തൊരു കൂത്ത്, ഇതെന്താണ് സച്ചി, മാലയൊക്കെ ഇട്ട് നിൽക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മനസ്സിലായില്ലേ നിനക്ക്? സച്ചി പറഞ്ഞു, ഞാൻ വീണ്ടും ഒന്ന് കല്യാണം കഴിച്ചെന്ന് പറയണ. നിനക്കെന്താടാ തലയ്ക്ക് ഭ്രാന്താണോന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വർഷ ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുവാണ്. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, അല്ല ഇതെന്താ ഏട്ടാ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രേവതി പറഞ്ഞു, അല്ല സച്ചേട്ടൻ എനിക്ക് പുതിയ മാല വാങ്ങിച്ചു തന്നായിരുന്നല്ലോ, താലിമാല. അപ്പൊ ആ താലിമാല ഒന്നുകൂടെ പോയിച്ച് കഴുത്തേ കെട്ടിയെന്ന് പറയാണ്. ആഹാ കൊള്ളാലോ എന്നൊക്കെ പറയാണ്. ഭയങ്കര സന്തോഷമായി ശ്രീകാന്തിനും. പിന്നെ അങ്ങനെ അസൂയവും കുശുമ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ സമയം രവീന്ദ്രനോട് സച്ചി പറഞ്ഞ്, അനുഗ്രഹിക്കണം അച്ഛാന്ന് പറയണം. പെട്ടെന്ന് രവീന്ദ്രൻ ചന്ദ്രപതി പറഞ്ഞു, ചന്ദ്ര നീ ആ ആരതി എടുത്തോണ്ട് വരാൻ പറയണം. ആരതിയോ? ഇപ്പൊ എന്തിനാ ആരതി? അതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കുകയാണ്. അല്ല അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റണ്ടേന്ന് ചോദിക്കാം. ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റണം, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ രവീന്ദ്രൻ പറഞ്ഞു, പറയുന്ന നിങ്ങൾ നീ അനുസരിച്ചാൽ മതി എന്ന് പറയാണ്. ഈ സമയം നോക്കിയും വർഷ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ചന്ദ്രപതി പറഞ്ഞു, വർഷേ നീ പോയി ആരതി എടുത്തോണ്ട് വരാൻ പറയണം. അയ്യോ ആന്റി, എനിക്ക് ആരതി ഒന്നും എടുക്കാൻ അറിയത്തില്ല എന്ന് പറയാണ്. ഇനി ആരതി എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയായില്ലെങ്കിലോ? ഇനിയിപ്പോൾ വേണം, നിർബന്ധമാണേ എടുക്കാം, എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ആ ചുമന്ന വെള്ളത്തിന് പൊടി കലക്കുവാണോ അതോ ഇനിയിപ്പോൾ മുളക് പൊടി കലക്കി വെക്കുവാണോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ, അയ്യോ വേണ്ടായേ, അത് ചന്ദ്ര തന്നെ ചെയ്തോളൂ എന്ന് പറയണം. അങ്ങനെ ചന്ദ്ര എന്ത് ചെയ്യണം, ആരതി എടുക്കാനായിട്ട് പോവാ. ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആരതി എടുത്തോണ്ട് വന്നപ്പോഴത്തേനും ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഇവരിങ്ങനെ നിൽക്കുന്നുണ്ടപ്പോഴത്തേനും ശ്രുതി ചോദിച്ചു, ആഹാ ഇതെന്തൊരു കൂത്ത്, ഇതെന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞ്, കണ്ടില്ലേ കല്യാണം കഴിഞ്ഞ് വന്ന് നിൽക്കുന്നു പറയാണ്. പിന്നീട് ശ്രുതിയുടെ കയ്യിലേക്ക് ആരത്തിത്തട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഒന്ന് ആരതി ഒഴിയാൻ പറയണം. അയ്യോ
ഞാൻ ശരിയാകത്തില്ലമ്മേ. അമ്മ അമ്മയല്ലേ മൂത്ത് തലമുതിർന്ന ആൾക്കാരുള്ളപ്പം ഞങ്ങൾ കുട്ടികളല്ലോ ചെയ്യേണ്ടതെന്ന് പറയണം. അമ്മ തന്നെ ചെയ്യാൻ പറയണം. ദേഷ്യപ്പെട്ട് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ്, പോയി ആരതി ഒഴിഞ്ഞ് അങ്ങനെ പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പുറത്തേക്ക് അത് കുട്ടിക്കളയാനായിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് സ്തുതി പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോടാ, അല്ല നീ എന്താ തരുന്ന ഇങ്ങനെ പോയി കല്യാണം കഴിക്കണം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു, ഞാൻ വേറെ ആരെയല്ലേ കല്യാണം കഴിച്ചേ, എന്റെ ഭാര്യേനെ തന്നെ അല്ലേ കല്യാണം കഴിച്ചേ, നാട്ടുകാരെയൊന്നും അല്ലല്ലോ വീണ്ടും പോയി കെട്ടിയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം പിന്നെ ശ്രുതിക്കൊന്നും പറയല്ല. ശ്രുതിയുടെ നാവടഞ്ഞു പോയി. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ നടക്കോ എനിക്കറിയത്തില്ല. ഒന്ന് കല്യാണം കഴിച്ചു, വീണ്ടും അവരെ തന്നെ വീണ്ടും പോയി കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ആഴ്ച പോയി കെട്ടിക്കൊണ്ട് വരുവാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, എന്ത് ചെയ്യാനമ്മേ, ആദ്യം കെട്ടിയ താലി അത്ര ശരിയല്ലായിരുന്നു പറയണം, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇനി കുഴപ്പമില്ല, ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിയിരിക്കണമെന്ന് പറയണം. ഈ സമയം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ അവരെ ഒന്നുകൂടെ കെട്ടിയെന്നോർത്തപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ, അവളെ തന്നെ അല്ലേ അവൻ വീണ്ടും കല്യാണം കഴിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് എന്ന് രേവതിക്ക് കൺഗ്രാസ് പറയുന്നുണ്ട്. പിന്നീട് സച്ചിക്ക് കൺഗ്രാസ് പറയുന്നപ്പോ സച്ചി പറഞ്ഞു, ശരി എന്നങ്ങോട്ട് പറയണം. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, നീ എന്തിനാ കൺഗ്രാസ് പറയണ്ടേ, അതിന്റെ കാര്യം വലുതും ഉണ്ടോന്ന് ചോദിക്കാണ്. ഇവര് നേരത്തെ മുതൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതല്ലേ, രണ്ടാമത് കെട്ടിക്കൊണ്ട് വന്നോർത്തോണ്ട് കൺഗ്രാസ് പറയേണ്ട വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കാണ്. അപ്പൊ ഇത്രയും നാളും എന്താ ഇവര് ലിവിങ് ടൂതർ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, ലിവിങ് ടൂതറോ, കൊള്ളാലോ. അല്ല ഇപ്പൊ ശ്രുതിക്ക് ആ കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ, കുറച്ച് നാൾ ഒരു പെണ്ണേം വെച്ചു ലിവിങ് ടൂതറായി ജീവിച്ചോണ്ടിരുന്നല്ലേ, അപ്പൊ ആ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞായിരിക്കും, ആ ചിന്തയായിരിക്കും മനസ്സിലല്ലേന്ന് ചോദിക്കണം. മുഖത്ത് അടിയേറ്റ വരെ പോയി ശ്രുതിക്ക് ഇതിൽ പരൊരു നാണക്കേട് വരാനില്ല. പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിലേക്ക് പിടിക്കണം. ശ്രുതി ആ പണം നാണം കെട്ട് നിൽക്കുക. രവീന്ദ്രൻ ചോദിച്ചു, സമാധാനം ആയോ നിനക്ക്, മടി കൊടുത്ത് അടി വാങ്ങിയല്ലേന്ന് ചോദിക്കണം. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് രേവതിയോട് സച്ചു പറഞ്ഞു, അല്ല കല്യാണം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മുറി പോയി വിളക്ക് കൊളുത്തുന്ന പൂജാമുറി പോയി നമുക്ക് വിളക്ക് കൊളുത്താൻ പോവാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നിലവിളക്ക് കൊളുത്താനായിട്ട് അങ്ങോട്ട് പോവാ. ചന്ദ്രമതിക്ക് അവിടെ ഒട്ടും അങ്ങോട്ട് സൂഹിക്കുന്നുണ്ടായിരുന്നില്ല, വല്ലാത്ത ദേഷ്യമായിരുന്നു ചന്ദ്രമതിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് വർഷ പറഞ്ഞു, അല്ല എനിക്കൊന്നും മനസ്സിലാകാത്തൊരു കാര്യമുണ്ടെന്ന് പറയണേ. എന്താ കാര്യം എന്താ, അല്ല ഈ രേവതിക്ക് ഇത് എന്തു പറ്റി, അയാളെ പോലെയാണ് ഒരു മദ്യപാനിയെ വീണ്ടും തന്നെ കല്യാണം കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, പാവ രേവതി പാവാന്ന് പറയണം. ഇത് കേട്ട് ശ്രുതി പറഞ്ഞു, അതിന്റെ രേവതിക്ക് സച്ചിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടല്ല അവര് കല്യാണം കഴിച്ചേ, എന്നാലും അത് എങ്ങനെ ശരിയാവുമെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയണം. ശ്രുതി പറഞ്ഞു, അവരല്ലേ എന്തായാലും കാണിക്കട്ടെ നമ്മുടെ ശ്രുതി അങ്ങോട്ട് കയറി പോവാ. വർഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, ഒന്നും മനസ്സിലാകാത്ത മട്ടില്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ നാളെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.